ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള രഹസ്യ നീക്കവുമായി വീണ്ടും പിണറായി സർക്കാർ. കോടതി വിധിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് കൊലയാളി സംഘത്തിലെ 3 പേരുടെ ശിക്ഷാ കാലയളവ് വെട്ടിക്കുറയ്ക്കുവാനുള്ള രഹസ്യ നീക്കമാണ് സർക്കാർ നടത്തിയത്. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത് എന്നിവർക്ക് ഇളവ് നൽകാനാണ് നീക്കം നടത്തിയത്. ഇതിനു മുന്നോടിയായി ജയിൽ സൂപ്രണ്ട് ഈ 3 പേരുടെയും പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയ കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾ വഴി പുറത്തെത്തിയപ്പോഴാണ് ഹൈക്കോടതി വിധിയെയും അട്ടിമറിച്ച് ക്രിമിനലുകൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പുറം ലോകം അറിഞ്ഞത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് ഒരു അർഹതയുമില്ലെന്നാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത്. ആ വിധി നിലനിൽക്കെയാണ് കൊലയാളി സംഘത്തിലെ 3 പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ തലത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ക്രിമിനലുകളുടെ ശിക്ഷാ കാലയളവ് വെട്ടിക്കുറയ്ക്കുവാനുള്ള സർക്കാരിന്റെ രഹസ്യ നീക്കങ്ങൾക്കെതിരെ ടി.പിയുടെ ഭാര്യയും വടകര എം.എൽ.എയുമായ കെ രമയും രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ നടത്തുന്നത് ഗുരുതര കോടതിയലക്ഷ്യമാണെന്നും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുമെന്നുമാണ് കെ രമ വ്യക്തമാക്കിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ അറിവോടെയാണ് ഈ വിധ നീക്കങ്ങൾ നടത്തുന്നതെന്ന് തുറന്നടിച്ച രമ ഇതിനെതിരെ ഗവർണറെ സമീപിക്കുമെന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ടി.പി. കൊലക്കേസിലെ പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ അനുവദിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് പ്രതികളുടെ ശിക്ഷാവിധി വർദ്ധിപ്പിച്ചും പരോൾ നിയമങ്ങൾ കർക്കശമാക്കിയും ഹൈക്കോടതി ഉത്തരവുണ്ടായത്. ഈ ഉത്തരവ് മറികടന്നാണ് അന്ന് പരോൾ നൽകിയത്. ഇന്നാകട്ടെ ശിക്ഷാ കാലയളവ് തന്നെ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടനെയാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. ജയിലിൽ കഴിയുന്ന പ്രതികൾ പരോളിന് അർഹരാണെങ്കിലും വിവാദമായ രാഷ്ട്രീയ കൊലക്കേസുകളിലെ പ്രതികൾക്ക് ഒന്നിച്ച് പരോൾ അനുവദിക്കുന്നത് സാധാരണമല്ല. പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ അനുവദിച്ചതിലെ ദുരൂഹതകൾ ചൂണ്ടിക്കാട്ടി കെ രമ എം.എൽ.എ രംഗത്ത് വന്നുവെങ്കിലും പ്രതികൾക്ക് അനുകൂലമായ സമീപനമാണ് അന്നും അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒട്ടനവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ടി.പി. ചന്ദ്രശേഖരൻ വധം പോലെ സംസ്ഥാനത്തെ പിടിച്ചുലച്ച മറ്റൊരു നിഷ്ഠൂര കൃത്യമുണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി CPM-നെ അടിമുടി ഉലച്ച ആ കൊലപാതകം ഇന്നും CPM-നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജീവിച്ചിരുന്ന ടി.പി. ചന്ദ്രശേഖരനേക്കാൾ തീവ്രമായി മരണമടഞ്ഞ ചന്ദ്രശേഖരൻ CPM കേന്ദ്രങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ടി.പി. എന്ന വികാരം വടകര മണ്ഡലത്തിൽ അതിശക്തമായാണ് ആഞ്ഞടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത ആഘാതത്തിന് ശേഷം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള കഠിനാധ്വാനത്തിലാണ് CPM നേതൃത്വം. സംസ്ഥാന കമ്മിറ്റിയിൽ അരങ്ങേറിയ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമെല്ലാം ആ ലക്ഷ്യം മുൻനിർത്തി തന്നെയായിരുന്നു. പിണറായി സർക്കാർ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നിട്ടില്ല എന്ന പാർട്ടിയുടെ വിമർശനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ജനകീയ വിഷയങ്ങളിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ തൊട്ട് ക്രിയാത്മകമായി ഇടപെടണമെന്നും നഷ്ടപ്പെട്ട ജനകീയ അംഗീകാരം തിരിച്ചു പിടിക്കണമെന്നുമെല്ലാം തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അതിനുള്ള പ്രവർത്തന പദ്ധതികളും നേതൃത്വം ആവിഷ്കരിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഒന്നടങ്കം തള്ളിക്കളയുന്ന ക്രിമിനൽ സംഘങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും CPM നേതൃത്വത്തിന് സംരക്ഷിക്കേണ്ടി വരുന്നത്? ഇവർക്ക് അനുകൂലമായി എന്ത് സമീപനം കൈക്കൊണ്ടാലും അത് സർക്കാരിനെതിരായി മാറുമെന്ന് അറിയാത്തവരല്ല CPM നേതാക്കൾ. എന്നിട്ടും വഴിവിട്ട് എല്ലാ ഒത്താശയും അവർ ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് നൽകുന്നു. എന്തുകൊണ്ടാണിത്? ഉത്തരം ഒന്നേയുള്ളൂ. പല ഉന്നത നേതാക്കൾക്കും ക്രിമിനൽ സംഘങ്ങളെ ഭയമാണ്. പല നേതാക്കളുടെയും ആഭ്യന്തര രഹസ്യങ്ങൾ അറിയാവുന്നവരാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ. ഇനിയും പുറത്തു വരാത്ത ഒട്ടേറെ അണിയറക്കഥകൾ ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ. അവരുടെ ഏറ്റവും വലിയ വിലപേശൽ ആയുധവും ഇതുതന്നെയാണ്. ടി.പി. വധത്തിലെ പ്രധാനി കൊടിസുനി അടക്കമുള്ളവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും നീക്കങ്ങൾ നടന്നിരുന്നു. ആ രഹസ്യ നീക്കം പുറത്തെത്തുകയും വിവാദമാവുകയും ചെയ്തതോടെയാണ് അന്നാ നീക്കം അവസാനിപ്പിച്ചത്. ഇത്തവണ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, കിർമാണി മനോജ്, MC അനൂപ്, അണ്ണൻ സജിത്ത്, കെ ഷിനോജ് തുടങ്ങിയവർക്കാണ് ഒന്നിച്ച് പരോൾ ലഭിച്ചത്. പരോൾ കിട്ടിയ ഇവർ സുഖവാസ കേന്ദ്രങ്ങളിൽ ഉല്ലസിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അതേസമയം കൊടിസുനി പരോളിനായി അധികൃതരെ സമീപിച്ചിരുന്നുവെങ്കിലും ലഭിച്ചതുമില്ല. കൊടിസുനി വിയ്യൂർ ജയിലിൽ സുരക്ഷാ വാർഡന്മാരെ ആക്രമിച്ച കേസ് നിലനിൽക്കുന്നതിനാലാണ് പരോൾ അപേക്ഷ തള്ളിയതെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ജയിലിൽ കഴിയുമ്പോഴും കൊടിസുനിയും സംഘവും പുറത്ത് കൊട്ടേഷനുകൾ ഏറ്റെടുക്കുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഈ സംഭവങ്ങളിലെല്ലാം ആരോപണ മുനകൾ നീണ്ടിരുന്നത് CPM നേതൃത്വത്തിലേക്ക് തന്നെയാണ്. ഇപ്പോഴിതാ പൊതുസമൂഹത്തെയും നീതിപീഠത്തെയും അപഹസിക്കുന്ന വിധത്തിൽ ക്രിമിനലുകളുടെ ശിക്ഷാ കാലാവധി വെട്ടിക്കുറയ്ക്കുവാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു. രഹസ്യ വിവരങ്ങൾ പുറത്തു വന്നതോടെ ആ വിധം ചരടുവലികൾ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്
സർക്കാർ നടത്തുന്നത്. പക്ഷേ അതെല്ലാം താൽക്കാലികം മാത്രമാണ്. പുതിയ രൂപത്തിലും ഭാവത്തിലും ഈ വിധം സംരക്ഷണ നീക്കങ്ങൾ സർക്കാർ തുടരുക തന്നെ ചെയ്യും. കാരണം ആ വിധത്തിൽ കൈയൊഴിയാൻ കഴിയുന്നവരല്ലല്ലോ അവരുടെ വിശ്വസ്തരായ ഈ ക്രിമിനൽ സംഘങ്ങൾ.